ഹായ് കൂട്ടുകാരെ, ഇത് നമുക്ക് ചോറുണ്ണുന്നതിന് ഒരു കറി ഉണ്ടാക്കിയാലോ. നിങ്ങൾ വിചാരിക്കും കറി എന്നൊക്കെ പറയുമ്പോൾ വലിയ കറിയാണ്. അതൊന്നുമല്ല, വെറും സിമ്പിളായിട്ടുള്ള 2 പ്ലേറ്റ് ചോറെങ്കിലും ഉണ്ണത്തക്ക രീതിയിലുള്ള ഒരു ചമ്മന്തിയാണ് നമ്മൾ അരയ്ക്കാൻ പോകുന്നത്. അതിന് ഞാനിവിടെ കുറച്ച് പാണ്ടിമുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് ഉള്ളി എടുത്തിട്ടുണ്ട്. ഈ ഉള്ളി നമ്മൾ അപ്പടിയേ ഇടുകയല്ല, അതൊന്ന് ജസ്റ്റ് കീറിയൊക്കെ ഇടുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് വഴന്ന് കിട്ടും. അതിനു വേണ്ടിയാണ്. മുളകായാലും നമ്മൾ മുറിച്ചൊന്നിടണം. മുറിച്ചൊക്കെ ഇടുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയാണ്. അതുപോലെ ഒരു വെളുത്തുള്ളിയുടെ അല്ലി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ചീനിച്ചട്ടിയിലിട്ട് എണ്ണ ഒഴിച്ച് വറുത്തെടുക്കണം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കറിയാണ്. ചിക്കനായാലും ബീഫായാലും ഇതിനേക്കാളൊക്കെ ടേസ്റ്റ് നമുക്കിതായിരിക്കും. ഇതുണ്ടെങ്കിൽ നമുക്ക് ചോറുന്നതിന് ഒരു മടിയില്ല. അപ്പം ഞാൻ കണ്ടോ, മുളകും നമ്മൾ 2ആയിട്ടോ 3ആയിട്ടോ ഒക്കെ മുറിച്ചിടാം. എളുപ്പം ആകാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. കണ്ടോ, അപ്പോൾ സമയം 2:30 ഉച്ചക്കത്തെ ഊണിനുള്ളതാണ്. ഇവിടെ കറിയൊക്കെ വേറെ ഇരിപ്പുണ്ട്. പക്ഷെ ഞാൻ വിചാരിച്ചെന്നാൽ ഇന്നൊന്ന് ഈ മുളക് ചമ്മന്തി അരച്ച് ചോറുണ്ണാനൊരു കൊതി. അപ്പോൾ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച്. അതൊന്നും വലിയ ജോലിപ്പാടൊന്നും ഇല്ലല്ലോ. ഇപ്പം ഞാൻ മുളകെടുത്തിട്ടുണ്ട്, പിന്നെ ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം വെളുത്തുള്ളി, ഒറ്റ അല്ലി എടുത്തിട്ടുള്ളൂ. ഇത് നമ്മൾ ഒരു ചീനിച്ചട്ടിക്കകത്തോട്ട് നമ്മൾ ഇടുവാണേ. എല്ലാം കൂടി ഇടുക. തീ കത്തിച്ചിട്ട് ഇനി നമുക്കിത് ഗ്യാസേ വെച്ചൊന്ന് ഞാൻ ഗ്യാസേലോട്ട് വെച്ച് ഇത് വറക്കാൻ പോവാണേ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. ഇത് വഴറ്റുന്നതിന് വേണ്ടി മാത്രമാണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമുക്കൊന്ന് വറുത്തെടുക്കാം. ചമ്മന്തിയൊക്കെ ആണെങ്കിൽ ഞങ്ങൾ കല്ലേലരച്ച എടുക്കുന്ന ചമ്മന്തി, തേങ്ങ ചമ്മന്തി ആയാലും മുളക് ചമ്മന്തി ആയാലും എല്ലാം അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ മിക്സിയിൽ അരയ്ക്കുമ്പോൾ അതിനൊരു ടേസ്റ്റും ഇല്ല. അതിനൊരു എന്താ പറയുന്നത്, അതിന് പ്രത്യേക ഒരു. നമ്മുടെ മുളക് കേട്ടോ മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫാക്കാം. ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഇതെല്ലാം ശരിയായിട്ടുണ്ട്. ഇപ്പോൾ ഇതിന് വേണ്ടുന്ന ഉപ്പ് ചേർക്കുക. ഉപ്പ് ഇത്രയും ഒരു നെല്ലിക്ക വലിപ്പത്തിൽ ഞാൻ പുളി എടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് അരച്ചെടുത്തോണ്ട് വരാം. ആദ്യം നമ്മൾ മുളകും ഇച്ചിരി ഉപ്പും കൂടെ വെച്ച് പുളിയും കൂടെ വെച്ച് അരയ്ക്കാം. മുളക് നമുക്ക് ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഉള്ളി ഇടുക. ഉള്ളിയും ബാക്കി ഉപ്പും കൂടെ അങ്ങോട്ട് ഇട്ടിട്ട് നല്ലതുപോലെ അങ്ങ് അരച്ചെടുക്കണം. ഉള്ളിയുടെ ആ വെള്ളമയത്തിലുണ്ടല്ലോ, നമ്മൾ വെള്ളമൊന്നും ചേർക്കരുത്. വെള്ളമൊക്കെ ചേർത്താൽ അതിന് വേറൊരു ടേസ്റ്റ്. ഉള്ളിയുടെ ആ വെള്ളമയത്തിൽ ഇതങ്ങ് അരഞ്ഞ് കിട്ടിക്കോളും. ഇപ്പം നമ്മുടെ മുളക് വറുത്തരച്ച ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അമ്മിക്കല്ലെ വെച്ചാണ് ഞാൻ അരച്ചെടുത്തത്. അതിൻ്റെ ടേസ്റ്റ് വേറൊന്ന് തന്നെയാണ്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ശകലം വെളിച്ചെണ്ണ കൊണ്ട് ഒഴിച്ച് കൊടുക്കാം. കണ്ടോ, എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചെയ്യുക.